ഇന്ന് സംഭവിച്ചതിലേക്ക് ഒരിക്കൽ കൂടി പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം കോൺഗ്രസിലെ ഇന്നത്തെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില പരാമർശങ്ങളിലേക്കാണ്. അസ്വസ്ഥതയിൽ അസഭ്യമോ? സമരാഗ്നി പരിപാടിയുമായി ബന്ധപ്പെട്ട പതിവ് വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് നേരെ നീരസം പ്രകടമാക്കി കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ. പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിലെത്താൻ വൈകിയതാണ് കെ. സുധാകരനെ ചൊടിപ്പിച്ചത്. ആലപ്പുഴയിൽ 20 മിനിറ്റാണ് കെ. സുധാകരൻ വി.ഡി. സതീശനെ കാത്തിരുന്നത്. പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. അസഭ്യപ്രയോഗം വാർത്തയായതിന് പിന്നാലെ വിശദീകരണവുമായി കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ. വി.ഡി. സതീശനുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നും സതീശനെ മോശമാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും കെ. സുധാകരൻ പറഞ്ഞു. എന്നും തുറന്നു പറയുന്ന ആളാണ് താൻ പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. സതീശനും താനും ജ്യേഷ്ഠാനുജന്മാരാണെന്നും കെ. സുധാകരൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന് ചേർന്ന് ഞാനെന്തിന് ദേഷ്യപ്പെടണം? ഈ ദിവസങ്ങളിലെല്ലാം പരമാവധി മണിക്കൂറുകൾ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. ഞാനെന്തിന് അതിന് ക്ഷുഭിതനാവണം? ദീപ്തിയോട് ചോദിച്ചു എത്ര മണിക്കാണ് മാധ്യമങ്ങളെ വിളിച്ചതിന് ശേഷം 10 മണിക്കാന്ന് പറഞ്ഞു. അപ്പോൾ സമയം ഒരു 10:45 മറ്റായില്ലേ, 10:45 മറ്റേ. അപ്പം ഞാൻ പറഞ്ഞു മണി ഇത്രയായോ, മാധ്യമങ്ങളുടെ ഒരു മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് പറഞ്ഞിട്ട് വന്നു. അത് പറഞ്ഞു. ആലപ്പുഴ DCCയുടെ ഒരു ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കാനുണ്ടായിരുന്നു, YMCAയുടെ ചടങ്ങ്. അതിൻ്റെ അകത്ത് ആ ചടങ്ങിൽ പോയത് കൊണ്ടാണ്. ഏറെ വൈകിട്ടൊന്നുമില്ല, അദ്ദേഹം ടൈം 15 കുറച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പുള്ളി വരുവാൻ ചെയ്തിരുന്നു. നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. കെ. സുധാകരന് നീരസം പ്രകടിപ്പിക്കലിന് പിന്നാലെ വി.ഡി. സതീശൻ രാജ്യഭീഷണി മുഴക്കിയിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് വി.ഡി. സതീശനെ അനുനയിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിനെയും സമരാഗ്നി പ്രക്ഷോഭ പരിപാടിയെയും ബാധിക്കുമെന്ന് KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. കെ. സുധാകരന്റെ പ്രതികരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് വി.ഡി. സതീശൻ പ്രതികരിച്ചു. മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് KPCC പ്രസിഡന്റ് തന്നോട് നീരസം പ്രകടിപ്പിച്ചത്. വലിയ വാർത്തയാക്കാനുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. തങ്ങൾ തമ്മിൽ ജ്യേഷ്ഠാനുജ ബന്ധമാണുള്ളത്. കാണാതിരുന്നാൽ അസ്വസ്ഥതയുണ്ടാകുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മാതിരി ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമുള്ളത്, ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരാളാണ്. അപ്പോൾ ഇവനെ ഇവിടെ പുള്ളി ചെന്നിരുന്നിട്ട് 10 മിനിറ്റായി എന്നിട്ട് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം അതിന് മുമ്പ് കയറി, ഞാനിപ്പോൾ എത്തിയെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എത്തി കയറി ഇരുന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥത വരില്ലേ ആളെ കാണാതെ. അപ്പോൾ ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. നിങ്ങളിത് വലിയ വാർത്തയാക്കി അതിന് നിങ്ങൾ എന്തൊക്കെ വാർത്തയാക്കി? ഹൈക്കമാൻഡ് ഇടപെട്ട് ഇവനെവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചതിന് ഹൈക്കമാൻഡ് ഇടപെട്ടു. പിന്നെ എല്ലാവർക്കും താക്കീത് നൽകി, സമ്മതിച്ചേ. രാജി ഇതിന് അവനെവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചതിന് അദ്ദേഹം വളരെ നിഷ്കളങ്കരായി സംസാരിച്ചാണ്. നമ്മളാണെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിക്കും, മൈക്കുള്ളതുകൊണ്ട്. അത് ഇവനെവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പം? അതൊക്കെ തമാശല്ലേ. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാമറമാനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ സുധാകരൻ പറഞ്ഞ അതേ വാക്കിൽ തന്നെ പറയും. മനീഷ് ബഹിവാൾ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി. മനീഷ്, മൈക്കിന് മുന്നിൽ ഇതിനു മുമ്പും കെ. സുധാകരൻ വി.ഡി. സതീശനും തമ്മിൽ മൈക്ക് തള്ളി നീക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുന്നു ഒക്കെ ഒരു സമയത്തന്ന് പാർട്ടിയിൽ അസ്വാരസ്യമാണ് അല്ലെങ്കിൽ സ്വരച്ചേർച്ചയാണ് എന്ന വ്യാഖ്യാനമുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു പരസ്യമായ ഒരു വാക്കായി പുറത്തു വരുന്നു, അത് പുറത്തു പറയാൻ പറ്റാത്തൊരു വാക്കായി മാറുകയും ചെയ്യുന്നു. പക്ഷേ ഒടുവിൽ ഇതെല്ലാം ഒരു രമ്യമായി പരിഹരിക്കാനായിട്ടുണ്ടോ നേതൃത്വത്തിന്? ഈ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലെന്ന് നേതാക്കൾ രണ്ടുപേരും പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അണികൾക്കിടയിലെ ഒരു വികാരം അങ്ങനെയാണോ? നേതാക്കൾ തമ്മിൽ ഒരു ഐക്യമില്ല എന്നൊരു തോന്നൽ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായോ? പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ വലിയ സമരങ്ങളൊക്കെ നടത്തി ആവേശഭരിതരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതുപ്പള്ളി വിജയപ്രഖ്യാപനം നടത്തിയ കോട്ടയത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ആലപ്പുഴയിലെ വാർത്താ സമ്മേളനത്തിലേക്ക് എത്താൻ വലിയ ദൂരമില്ല എന്ന് കൂടിയാണ് ഇന്നത്തെ സംഭവം വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സംഭവം ഞാൻ വളരെ ചുരുക്കി പറയാം. ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു വാർത്താ സമ്മേളനം നടത്തുമെന്ന കാര്യം സമരാഗ്നി നേതാക്കൾ അറിയിച്ചിരുന്നത്, ആ പരിപാടിയെ സംബന്ധിച്ച് അറിയിച്ചിരുന്നത്. പക്ഷേ 10:30 അരമണിക്കൂർ വൈകിയാണ് കെ. സുധാകരനും മറ്റ് നേതാക്കൾ DCC അധ്യക്ഷൻ ബാബു പ്രസാദ് അടക്കമുള്ള നേതാക്കൾ എത്തിയത്. 10:30 വന്ന മാധ്യമങ്ങളോട് ഖേദപ്രകടനം നടത്തി. പക്ഷേ
പിന്നീട് 20 മിനിറ്റ് കാത്തു നിന്നിട്ടും വി.ഡി. സതീശൻ എത്താത്ത സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം തൊട്ടടുത്തിരുന്ന DCC പ്രസിഡന്റിനോട് ആ രീതിയിൽ സംസാരിച്ചതും അത് മൈക്കിലും ക്യാമറയിലും കൂടി പുറത്ത് വന്നതും ആ കാര്യം അവർ തന്നെ അത് തൊട്ടടുത്തിരുന്ന നേതാക്കൾ ഓർമ്മപ്പെടുത്തിയത് കൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ സുധാകരൻ അവിടെ വെച്ച് വീണ്ടും അത്തരം കാര്യങ്ങൾ പ്രതികരിക്കാതെ അല്ലെങ്കിൽ പരാമർശം നടത്താതിരുന്നത്. അത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ വാർത്തയായി. പക്ഷേ അതിൽ വലിയ പ്രതിഷേധം വി.ഡി. സതീശനുണ്ട്, വലിയ നാണക്കേട് അദ്ദേഹത്തിന് തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം രാജ്യസന്നദ്ധത, താൻ രാജിവെക്കുകയാണ്, തനിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയെന്നറിയിച്ചു. പക്ഷേ അത് രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നാണ്. ഒന്ന് തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടമാണ്, മറ്റൊന്ന് സമരാഗ്നി പ്രക്ഷോഭ പരിപാടി ഇവിടെ നിറം കെടുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ടത് ആലപ്പുഴയിൽ വെച്ചാണ്. ആലപ്പുഴയിലാണ് കഴിഞ്ഞ UDF-ന് ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ട ഏക മണ്ഡലം കൂടിയാണ്. അവിടെ വെച്ച് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത് പാർട്ടിയെ സംഘടനാ തലത്തിൽ പ്രതികൂലമായി ബാധിക്കുന്ന സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കൂടി വ്യക്തമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് നേതാക്കളും എന്താണെങ്കിലും നിലപാട് കുറച്ച് മയപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ മഞ്ഞുരുകുന്നത് പോലെയാണ്. രണ്ടുപേരും ജ്യേഷ്ഠാനുജന്മാരാണ്, ഒപ്പം തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഇത് സ്വാഭാവികമായ ഏതായാലും ഈ കോൺഗ്രസ് പാർട്ടിയിലെ സ്വാതന്ത്ര്യമാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ എന്ന് നമ്മുടെ കമന്റ് ബോക്സിലും ചില ആളുകൾ പറയുന്നുണ്ട്. ഏതായാലും പറഞ്ഞ വാക്കുകൾ എന്താണ് എന്നുള്ളത് അത് എത്ര മണിയായി എന്നതാണ് കെ സുധാകരൻ വിശദീകരിക്കുന്നത്. പക്ഷേ അതല്ല, ദേഷ്യം വന്നാൽ നിങ്ങളായാലും പറഞ്ഞു പോകില്ലേ എന്ന് വി.ഡി. സതീശൻ്റെ പ്രതികരണത്തിൽ നിന്ന് പറഞ്ഞത് എന്തായാലും കൃത്യമായി അദ്ദേഹം കേട്ടു എന്ന് വ്യക്തമാണ്. ഏതായാലും അണികളുടെ ഇടയിൽ കോൺഗ്രസിലൊക്കെ തന്നെ നേതാക്കളുടെ ഇടയിലെ ഒരു അസ്വാരസ്യം അല്ലെങ്കിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ എന്ന ഒരു ആക്ഷേപം കൂടുതൽ സജീവമാക്കുകയാണ്. ആ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നിറയും. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രോൾ മഴയാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. ഇനി UDF-ലെ സീറ്റ് വിഭജനത്തിലേക്കാണ് ലീഗിൻ്റെ കടും പിടുത്തം. മൂന്നാം സീറ്റ് വിഷയത്തിൽ തീരുമാനമായില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്ന് സൂചന. നാളെയാണ് കോൺഗ്രസുമായുള്ള നിർണായക ചർച്ച. ചൊവ്വാഴ്ച ചേരുന്ന ലീഗ് നേതൃയോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും. സീറ്റ് വിഭജനം നീട്ടിക്കൊണ്ടുപോകാനാവില്ലെന്ന് PM സലാം. ഞങ്ങളെ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അതിൽ തീരുമാനം നാളെയാവും. കിട്ടാത്ത പ്രശ്നമില്ലാന്ന്. ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സൗഹാർദ്ദത്തിൽ തന്നെയാണ്. ആ സൗഹാർദ്ദപരമായിട്ട് നാളെ ചർച്ച നടക്കും. ആ ചർച്ചയിൽ തീരുമാനം ഉണ്ടാവും. ഇപ്പോൾ ലോക്സഭാ സീറ്റ് മാത്രമാണ് ചർച്ച. രാജ്യസഭാ സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല, കോൺഗ്രസ് തരാമെന്നും പറഞ്ഞിട്ടില്ല. നാളത്തെ തീരുമാനത്തിന് ശേഷം 27-ാം തീയതി ഞങ്ങളെ പാർട്ടി നേതൃയോഗം ചേരുന്നുണ്ട്. അതിൽ ഞങ്ങളെ തീരുമാനം ഞങ്ങൾ പ്രഖ്യാപിക്കും. ലീഗുമായുള്ള നാളത്തെ ചർച്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ലീഗിന് മൂന്നാം സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ടെന്നും പരസ്പരം വിട്ടുവീഴ്ച ചെയ്താലേ മുന്നണി മുന്നോട്ട് പോകുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ലീഗുമായുള്ള തർക്കം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് K മുരളീധരൻ MP. നാളത്തെ ചർച്ചയിൽ പ്രശ്നം എന്തായാലും പരിഹരിക്കും. കാരണം അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ഫീൽഡിലൊക്കെ മുന്നണി ഒരുമിച്ച് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ്. ഞങ്ങൾക്ക് അങ്ങനെ അർഹതയുടെ സർട്ടിഫിക്കറ്റ് അല്ല ആവശ്യം, സീറ്റാണെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിൽ ഐക്യം ശക്തിപ്പെടണം. അപ്പോൾ സ്വാഭാവികമായിട്ട് UDF-ൽ അത് ശക്തിപ്പെടും. ഞങ്ങൾ 20-20 ജയിക്കാനാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. സമീർ, രാജ്യസഭാ സീറ്റ് എന്ന ഒരു വാഗ്ദാനം കൊണ്ട് ഇനി നിൽക്കില്ല. ലോക്സഭയിലേക്ക് മൂന്നാം സീറ്റ് എന്നതിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്ന കടുത്ത നിലപാടിലേക്ക് പോവുകയാണോ ലീഗ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാളെ നടക്കാനിരിക്കുന്ന ചർച്ചയിൽ മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ളതാണ് നമുക്ക് ഈ നേതാക്കൾ നൽകുന്ന വിവരം. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് മൂന്നാമത്തെ സീറ്റ് നൽകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. അങ്ങനെയെങ്കിൽ ചർച്ച പൊളിയുകയാണെങ്കിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള കടുത്ത തീരുമാനത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ കോഴിക്കോടാണ് മുസ്ലിം ലീഗ് നോട്ടമിട്ടിരിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ളതാണ്. ഇവിടെ മുസ്ലിം ലീഗിന് വിജയസാധ്യത ഉണ്ട് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ കണക്ക് കൂട്ടൽ. അങ്ങനെ മുസ്ലിം ലീഗ് കോഴിക്കോട് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ അത് മുന്നണി സമവാക്യത്തെ തന്നെ കാര്യമായി ബാധിക്കും, UDF-ന്റെ വിജയത്തെ ബാധിക്കും. പൊതുവെ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിന് മുഴുവനായും പ്രധാനമായും ചർച്ച ചെയ്യുന്നത് തന്നെയായിരിക്കും. അതായത് ഇതുമായി ബന്ധപ്പെട്ട് അത്തരമൊരു നിലപാടിലേക്ക് കടക്കാതിരിക്കണമെങ്കിൽ മൂന്നാമത്തെ സീറ്റ് നമുക്ക് ലീഗിന് നൽകണം. അതല്ലെങ്കിൽ രാജ്യസഭാ സീറ്റിലെ പ്രഖ്യാപനം ഇപ്പോൾ തന്നെ നടത്തണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു ഡിമാൻഡ്. ഈ ഡിമാൻഡ് അംഗീകരിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു പച്ചക്കൊടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും പ്രതിഷേധത്തിന് കാരണമായി പറയുന്നത് കഴിഞ്ഞ തവണകളിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് മൂന്നാമതൊരു സീറ്റ് ആവശ്യപ്പെടുമെങ്കിൽ അവസാന ഘട്ടത്തിൽ വിട്ടുവീഴ്ച ചെയ്യാറാണ് പതിവ്. ഇത്തവണ അത് വേണ്ട എന്നുള്ളതാണ് നേതൃത്വവും അതോടൊപ്പം തന്നെ അണികളും ഒരേ സമയം ആവശ്യപ്പെടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അണികളുടെ വികാരം കൂടി കണക്കിലെടുത്ത് മുസ്ലിം ലീഗ് ഇത്തരം ഒരു കടുംപിടുത്തത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം
ശരി സമീറ, ഏതായാലും 3ാം സീറ്റിന് അർഹതയെന്ന സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്, ലോക്സഭയിലേക്ക് തന്നെ 3ാമതൊരു സീറ്റാണ് മത്സരിക്കാൻ വേണ്ടതെന്ന ഉറച്ച നിലപാടിലാണ് ലീഗ് നേതൃത്വം. ഏതായാലും നാളത്തെ ഉഭയകക്ഷി ചർച്ച അത് UDFന്റെ സീറ്റ് വിഭജനത്തിൽ, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൊക്കെ ഏറെ നിർണായകമാണ്. ഇനി BJPയിലെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കാണ്. സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നു. സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാൻ BJP. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും. ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം പരിഗണിച്ച് കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തു എന്ന സൂചന. NDAയിൽ സീറ്റ് വിഭജനവും പൂർത്തിയായി. BJP 16 BDJS 4 മത്സരിക്കും. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അലക്സ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ പിന്നീട് S ജയശങ്കർ, നിർമ്മല സീതാരാമൻ, അങ്ങനെ ഒരുപാട് പേരുടെ പേരുകൾ കേട്ട തിരുവനന്തപുരത്താണ് ഏറ്റവും ഒടുവിൽ അത് രാജീവ് ചന്ദ്രശേഖറിൽ എത്തി നിൽക്കുന്നു. അത് ആ പേരിൽ ഉറപ്പിക്കാനാകുമോ? ഒപ്പം മുന്നണിയിലെ സീറ്റ് ധാരണ. ഗോകുൽ, തിരുവനന്തപുരം BJP സംബന്ധിച്ച് അവരുടെ സ്റ്റാർ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കണം എന്നാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിലൊന്ന്. അതിൽ പ്രധാനപ്പെട്ട പേരുകാരൻ രാജീവ് ചന്ദ്രശേഖറാണ്. അതല്ലാതെ കലാസാംസ്കാരിക മേഖലയിലുള്ള പലരുമായി ചർച്ചകൾ അനൗദ്യോഗികമായി നടന്നിരുന്നു. പക്ഷേ അതിലൊന്നും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തൃപ്തരല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഈ പേരിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് തിരുവനന്തപുരത്ത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടൻ എടുക്കും എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. NDAയുടെ സീറ്റ് സംബന്ധിച്ച ധാരണയും ആയിട്ടുണ്ട്. BJP 16 സീറ്റുകളിൽ BJP മത്സരിക്കുന്നുണ്ട്. 4 സീറ്റുകളിലാണ് BDJS, ഘടകകക്ഷിയായ BDJS മത്സരിക്കുന്നത്. കോട്ടയം, അതുപോലെ ചാലക്കുടി, കോട്ടയം, ചാലക്കുടി, മാവേലിക്കര, ഇടുക്കി സീറ്റുകളിലാണ് BDJS മത്സരിക്കുന്നത്. കോട്ടയം മണ്ഡലത്തിൽ BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു മണ്ഡലങ്ങളിലെ BDJS സ്ഥാനാർത്ഥികൾ അവർ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ചില അഴിച്ചുപണികൾ കൂടി നേരത്തെ ആലോചനയിൽ നിന്ന് BJP വരുത്തുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. കാരണം പത്തനംതിട്ടയിൽ PC ജോർജിനെ പരിഗണിച്ചിരുന്നു. PC ജോർജിനെ പരിഗണിച്ചാൽ സഹകരിക്കില്ല എന്ന് BJP ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. അത് സമുദായത്തെ അവമാനിക്കുന്ന നിലപാട് നേരത്തെ PC ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിനാൽ PC ജോർജിനെ മകനെയും തങ്ങൾ പിന്തുണയ്ക്കില്ല, അത് സമുദായം പിന്തുണയ്ക്കില്ല, SNDP പിന്തുണയ്ക്കില്ല, BDJSും പിന്തുണയ്ക്കില്ല എന്നൊരു നിലപാട് BDJS ദേശീയ നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ PC ജോർജിനെ പരിഗണിക്കാൻ സാധ്യത കുറവാണ്. പകരം ഗോവ ഗവർണറും മുൻ സംസ്ഥാന അധ്യക്ഷനുമായ PS ശ്രീധരൻപിള്ളയുടെ പേരാണ് പത്തനംതിട്ടയിൽ ഒന്നാമതായി ഉയർന്നു കേൾക്കുന്നത്. ആ പേരിന് തന്നെയാണ് മുൻതൂക്കം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ, അദ്ദേഹം OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ. അദ്ദേഹം STP പ്രവർത്തകരാൽ കൊലചെയ്യപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ലിഷ രഞ്ജിത്തിനെ ആലപ്പുഴ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കും BJP എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശരി അലക്സ്, ഏതായാലും അവസാന ഘട്ടത്തിൽ വരുമ്പോൾ BJP പരിഗണിക്കുന്ന പേരുകളിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഏതായാലും ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സംസ്ഥാന നേതൃത്വം അവരുടെ സാധ്യതാ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിക്കഴിഞ്ഞു. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വരുൺ ഗാന്ധി BJP വിടുമെന്ന സൂചന വരുന്നു. ഉത്തർപ്രദേശിലെ പിലിഭിത്തിൽ സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ വരുൺ ഗാന്ധി മത്സരിച്ചേക്കും. BJP സീറ്റ് നിഷേധിക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് വരുൺ ഗാന്ധി SP-യുമായി ചർച്ചകൾ സജീവമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ധാരണയിലെത്തി ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടികൾ. 3 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് സീറ്റ് ധാരണ. ഡൽഹിയിൽ 4 ആം ആദ്മിയും 3 കോൺഗ്രസും മത്സരിക്കും. എതിർപ്പുകൾ മറികടന്ന് ഗുജറാത്തിലെ ബറോച്ച് സീറ്റ് ആം ആദ്മിക്ക് നൽകി. പഞ്ചാബിൽ സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് പോരാടും. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, അങ്ങനെ എക്കാലത്തും BJPയുടെ ഒരു പ്രചാരണത്തിലൊക്കെ അവരുടെ ആയുധമായിരുന്നു ഈ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള മനേക ഗാന്ധിയും വരുൺ ഗാന്ധിയും ഒക്കെ. ആ വരുൺ ഗാന്ധി തിരികെ പോകുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ BJPക്ക് ഒരു ക്ഷീണമാകില്ലേ? ഒപ്പം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് ധാരണ പ്രഖ്യാപിക്കാനായത് അതൊരു വലിയ കാര്യമായി അവർക്ക് അവതരിപ്പിക്കാനാവില്ലേ? ആ മുന്നണിയുടെ തന്നെ ഭാവി BJP ഉൾപ്പെടെ പലപ്പോഴും ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ. ഗോകുൽ, ഈ വരുൺ ഗാന്ധി പ്രധാനമായും കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ BJP നേതൃത്വവുമായി, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതൃത്വവുമായി അകൽച്ചയിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പരസ്യ വിമർശനവുമായി എത്തുന്ന വരുൺ ഗാന്ധിക്ക് ഇത്തവണ ഒരു കുടുംബത്തിന് ഒരു സീറ്റ് എന്ന BJPയുടെ നയം കൃത്യമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പീലിഭിത്ത് സീറ്റ് നിഷേധിക്കാനുള്ള ആലോചനകൾ BJPയിൽ നടക്കുമ്പോഴാണ് വരുൺ ഗാന്ധി സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ പീലിഭിത്തിൽ
ഇത്തവണ മത്സരിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിനായുള്ള പ്രാഥമിക ചർച്ചകൾ, ധാരണകൾ ഏതാണ്ട് ആയി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ട് എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 96 മുതൽ തന്നെ മേനകാ ഗാന്ധിയും കഴിഞ്ഞ വർഷം വരുൺ ഗാന്ധിയും മത്സരിച്ച മണ്ഡലമായ പിലിഭിത്തിൽ വരുൺ ഗാന്ധിയെ മത്സരിപ്പിച്ചാൽ ആ സീറ്റ് പിടിച്ചെടുക്കാം എന്ന് ആണ് ഇന്ത്യ സഖ്യം കണക്കുകൂട്ടുന്നത്. ഇന്ത്യ സഖ്യത്തിൽ പ്രധാനമായും സമാജ്വാദി പാർട്ടിയുമായും ആം ആദ്മി പാർട്ടിയുമായുള്ള സീറ്റ് ധാരണ അന്തിമമായതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കൂടി BJPയെ ആക്രമിക്കാനുള്ള തന്ത്രങ്ങളിലേക്ക് കൂടി സഖ്യം നീങ്ങുന്നത്. ഡൽഹി അടക്കമുള്ള സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയുമായി ധാരണയായത് കോൺഗ്രസിനെ വലിയൊരു വിജയമായി തന്നെയാണ് വിലയിരുത്തുന്നത്. ഡൽഹിയിൽ 7 സീറ്റിൽ 4-ൽ ആം ആദ്മി പാർട്ടിയും 3 സീറ്റുകളിൽ കോൺഗ്രസും മത്സരിക്കാൻ ധാരണയായിരിക്കുന്നു. പഞ്ചാബിൽ 2 കൂട്ടരും എന്നാൽ സഖ്യമില്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കും. ഗോവയിലെ 2 സീറ്റുകളും കോൺഗ്രസ് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ പകരമായി കോൺഗ്രസിന്റെ തട്ടകമായ അല്ലെങ്കിൽ ഏതായാലും ഉത്തർപ്രദേശിൽ SP-യുമായി സീറ്റ് ധാരണയുണ്ടാക്കുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുമായി ഹരിയാനയിലും ഡൽഹിയിലും ഗുജറാത്തിലുമൊക്കെ സീറ്റ് വിഭജനം, സീറ്റ് ധാരണയിലെത്താനാവുന്നത് കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്നതാണ്. ഒപ്പം വരുൺ ഗാന്ധി SP-യോടൊപ്പം നിന്ന് മത്സരിക്കും എന്ന വാർത്തകൾ കൂടി വരുന്നത് ഇന്ത്യ സഖ്യത്തിന് ആകെയും പ്രതിപക്ഷ ഐക്യനിരയ്ക്കും പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. ഇനി മലപ്പുറം എടവണ്ണപ്പാറയിലെ 17-കാരിയുടെ മരണത്തിൽ പ്രതിയായ കരാട്ടെ മാസ്റ്റർ സിദ്ദിഖ് അലിക്ക് കുരുക്കുമുറുകുന്നു. സിദ്ദിഖ് അലിക്കെതിരെ പെൺകുട്ടി അധ്യാപകൻ അയച്ച ശബ്ദ സന്ദേശം 24 ലഭിച്ചു. സഹായം അഭ്യർത്ഥിച്ച് അയച്ച വാട്സപ്പ് സന്ദേശമാണ് പുറത്തു വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പുറത്തു കൊടുക്കാന്നുള്ളത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ആ വ്യക്തിയെ വീണ്ടും കാണുക എന്നുള്ളത് പോലും എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം പക്ഷേ ഈ ലീഗലി കേസ് കൊടുക്കണോ വേണ്ടോ എന്നത് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിംഗ് ഡോട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഞാൻ സാറോടത് ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുമ്പം സാറിന് റിലീജിയസ് സൈഡും കൂടെ സംസാരിച്ചല്ലോ. കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് സാറിന് 3 മക്കളാണ്. അപ്പം കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് അന്ന് പോലീസിൽ അറിയിക്കാതിരുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു. ആൺകുട്ടികളെയും പ്രതി പീഡനത്തിനിരയാക്കിയെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി കരാട്ടെ പരിശീലനത്തിന് പോയ കുട്ടിയുടെ മാതാവും ഇന്ന് രംഗത്തെത്തി. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് വരുന്നത്. ഒരുപക്ഷെ ആ അധ്യാപകരൊക്കെ ആ ഘട്ടത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ലേ? തീർച്ചയായും ഗോകുൽ, പക്ഷേ ഈ ഒരു ചോദ്യത്തിന് ഈ അധ്യാപകൻ നൽകുന്ന ഒരു വിശദീകരണം കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് താൻ നിയമ നടപടികളിലേക്ക് കടക്കാൻ കുട്ടിയെ നിർബന്ധിക്കാതിരുന്നത് എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ, ഈ കുട്ടി മരിച്ച സംഭവത്തിൽ കരാട്ടെ മാസ്റ്റർക്കെതിരെ കൂടുതൽ തെളിവുകൾ, കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടി തൻ്റെ ഒരു അധ്യാപകൻ അയച്ച ശബ്ദ സന്ദേശമാണ്. ഈ ശബ്ദ സന്ദേശത്തിൽ കുട്ടി തന്നെ ഏത് രീതിയിലാണ് ഈ കരാട്ടെ മാസ്റ്റർ ഉപദ്രവിച്ചതെന്നും ഒപ്പം തന്നെ തൻ്റെ നിസ്സഹായാവസ്ഥയും വെളിപ്പെടുത്തുന്നുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിലുള്ള സഹായ അഭ്യർത്ഥന കൂടി ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ കുട്ടി നടത്തുന്നുണ്ട്. അതായത് കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ വാട്സപ്പ് സന്ദേശത്തിലൂടെ കുട്ടി തൻ്റെ ഒരു അധ്യാപകനോട് ചോദിക്കുന്നത്. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് മറ്റ് നിയമ നടപടികൾക്ക് പ്രേരിപ്പിക്കാതിരുന്നത് എന്നാണ് നിലവിൽ അധ്യാപകൻ പറയുന്നത്. ഏതായാലും കൂടുതൽ ആരോപണങ്ങൾ, തെളിവുകൾ പുറത്തു വരികയാണ്. കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനുള്ള ഒരു നീക്കം കൂടി നിലവിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത്. ശരി അഭിജിത്ത്, ഏതായാലും ആ പെൺകുട്ടിക്ക് കൂടുതൽ മാനസിക പിന്തുണ നൽകിക്കൊണ്ട് കേസിന്റെ നൂലാമാലകൾ അല്ലെങ്കിൽ നിയമ നടപടികളുടെ നൂലാമാലകളെ കുറിച്ചല്ലായിരുന്നു അധ്യാപകൻ ചിന്തിക്കേണ്ടിയിരുന്നത്. ആ കുട്ടിക്ക് മാനസികമായ പിന്തുണ നൽകേണ്ടതായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടി ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നേനെ. ഏതായാലും സിദ്ദിഖ് അലിക്കെതിരെ പുറത്തു വരുന്നത് ഓരോന്നും ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാവുകയാണ്. ഇനി ജനകീയ പ്രതികരണ വേദി പൊതുജനം കഴുതയിലെ സാർ TK റിജിത്തിനൊപ്പം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.